ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാടാകെ ചർച്ച ചെയ്യുമ്പോൾ ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട സിനിമാ മേഖലയായി വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും ഉള്ളിലിനിയും അഴിച്ചുവെക്കാത്ത ഭരചന്ദ്രൻ IPSന്റെ കുപ്പായവുമിട്ട് കാണുന്നവരോടെല്ലാം തട്ടിക്കയറിയും പുലഭ്യം പറഞ്ഞും അരിശം പൂണ്ടും നടക്കുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നതാണ് ഏതാനും ദിവസങ്ങളായിട്ടുള്ള ആക്ഷൻ ഹീറോയുടെ മൊഴി. സിനിമാ രംഗത്തെ പുഴുക്കുത്തുകളും അതുപോലെ തന്നെ എല്ലാം ഈ നാട്ടിലെ മാധ്യമങ്ങളും ജനങ്ങളും ചേർന്ന് ചിത്രീകരിച്ചതാണെന്ന മട്ടിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഭരചന്ദ്രൻ IPSന്റെ പെരുമാറ്റങ്ങൾ. പലപ്പോഴും ഈ കേന്ദ്രമന്ത്രിക്ക് എപ്പോഴും എന്തൊക്കെയോ ഒരു ചില വെളിപാടുകൾ ഉണ്ടായി നടക്കും പോലെയാണ് പല ഘട്ടത്തിലും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ. പലപ്പോഴും എവിടെ എന്താണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും യാതൊരുവിധ നിശ്ചയമില്ലാത്ത മട്ടിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള തിരച്ചിലാണ് തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനാധിപത്യ സ്നേഹികൾ. ആരോപണങ്ങൾ വന്ന് അവസാനം തൻ്റെ പേരും അതിൽ വന്നേക്കുമോ എന്ന ആദ്യമായിരിക്കുമോ എന്നൊരാശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതായിരിക്കില്ല, മന്ത്രിപ്പണി നേരാവണ്ണം എടുക്കാൻ വയ്യാതെ എനിക്ക് സിനിമ മതി എന്നുള്ള തോന്നലായിരിക്കാമെന്ന് ഒരു വിഭാഗം പറയുന്നു. ഇനി സിനിമയില്ലെങ്കിൽ തനിക്ക് ശ്വാസം മുട്ടുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പറഞ്ഞിരുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നത് വൈകിയായിരിക്കുമല്ലോ, ഇതായിരിക്കാം ഇതിൻ്റെ കാരണം വല്ലവിധേനയും മന്ത്രിസ്ഥാനം രാജിവെച്ച് സിനിമയിലേക്ക് മടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു ചീട്ടുകാട്ടാരം കണക്ക് തങ്ങളുടെ സിനിമാ വ്യവസായം തകർന്നു തുടങ്ങുന്നത് സുരേഷ് ഗോപി കണ്ടത്. ഇത് കണ്ടുള്ള ഒരുതരം മനോവിഭ്രാന്തിയാണോ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും മാധ്യമങ്ങളോടും പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി എന്ന പദവി വഹിക്കുന്ന ഒരാളിൽ നിന്ന് നാളിതുവരെ കണ്ടു ശീലിക്കാത്ത ശരീരഭാഷയും പ്രകടനങ്ങളുമാണ് സുരേഷ് ഗോപിയുടെ ഈ ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങളിൽ ഉടനീളം പ്രകടമാകുന്നത്. തൃശ്ശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിന് മുമ്പ് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ എത്തിയതിനു ശേഷം സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്ന കാഴ്ചകളാണ്. താൻ എവിടെ നിന്ന് വരുന്നോ അവിടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക, വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക, അതുപോലെ തന്നെ AMMA ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള തരത്തിലുള്ളതാണ് പ്രകടനങ്ങൾ. എങ്ങനെയാണിത് സാധിക്കുക? അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി ഇന്നലെ സുരയ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 24-ലെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകയായ സുജയ പാർവതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സുരേഷ് ഗോപി വരുമ്പോൾ അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ പഴംപൊരിയുടെ വിശേഷങ്ങളാണോ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ചോദിക്കേണ്ടത്, അല്ലെ പഴംപൊരി എങ്ങനെയായിരിക്കുമെന്നാണോ, അതിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ AC നന്നായി വർക്ക് ചെയ്തിരുന്നു എന്നാണോ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും പരിഹാസങ്ങളും ട്രോളുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇനി തീർന്നില്ല, സിനിമാ വ്യവസായത്തെ ആകെ മുൾമുനയിൽ നിർത്തുകയും അതോടൊപ്പം തന്നെ ആ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങൾ സിനിമയിലെ തന്നെ സഹപ്രവർത്തകർ അവിടുത്തെ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്ക് അതിൽ കണ്ടെത്താനാവുന്നത് വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന വ്യഗ്രതയാണ്. ഇതാണ് മാധ്യമങ്ങളോട് ഇത്ര ചൊറിയാൻ കാരണം. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്നവരാണ് നിങ്ങളെന്ന കണ്ടെത്തൽ സത്യത്തിൽ ഇനിയും നിങ്ങൾ ഈ വിഷയം ഏറ്റുപിടിച്ച് ഞങ്ങളെയും കഷ്ടത്തിലാക്കല്ലേ എന്നുള്ള ഒരു സുരേഷ് ഗോപിയുടെ ഒരു വിലാപത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് എന്നാണ് വിമർശകർ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ സ്ത്രീകളോടുള്ള സിനിമാ മേഖലയിലെ ഈ ചൂഷണത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്ന് ആക്രോശിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രകടനങ്ങൾ ഭരചന്ദ്രൻ കളിക്കലുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതിനുള്ള ഉള്ളറപ്പ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും സുരേഷ് ഗോപി ഇപ്പോൾ എയറിൽ തന്നെയാണ് എന്നുള്ള വസ്തുത ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. സുരേഷ്ജിയെ എപ്പോൾ ഒരു ചായക്കടയിൽ നിന്ന് വരുമ്പോഴാണ് കാണുന്നതെങ്കിൽ മാധ്യമപ്രവർത്തകർ പഴംപുരിയെക്കുറിച്ച് ചോദിക്കണോ എന്നുള്ള ആ ചോദ്യങ്ങളെ ചുറ്റിയുള്ള ട്രോളുകൾ വലിയ തോതിൽ നിറയുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ തന്നെ സന്ദീപ് വാര്യർ രംഗത്തെത്തിയിട്ട് പറഞ്ഞിരുന്നു, സുരേഷ് ഗോപിയെ കൊല്ലുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർ അവരുടെ ക്യാമറയിലും മൈക്കിലും കത്തി കൊണ്ടു നടക്കുകയാണ്, ആക്രമിക്കാനുള്ള കത്തി കൊണ്ടു നടക്കുകയാണ് എന്ന് എങ്ങനെ അല്ല എന്ന് കരുതാനാകും. സുരേഷ് ഗോപിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലുള്ള, അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ക്ലോസ് റേഞ്ചിൽ വന്നിരുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതെല്ലാം മാതൃഭൂമി ഇതിലാണ് ചർച്ച കണ്ടത്. അതിൽ അഭിലാഷ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എല്ലാ മാധ്യമപ്രവർത്തകരും ഇങ്ങനെ കൊല്ലാനായിട്ട് നടക്കുന്നു എന്നുള്ള
തോന്നലുമായി നടക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് മറ്റെന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഏതായാലും ഭരചന്ദ്രൻ്റെ യൂണിഫോം അഴിച്ചു വെച്ച് മാന്യമായി കേന്ദ്രമന്ത്രി പണി ചെയ്തില്ല എങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ മാത്രമല്ല BJPയുടെ അമിത്ഷാ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ യൂണിഫോം ഊരി എറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമോ സംശയമോ ഇല്ല.